ബീഹാറിനെ അപഹസിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട വി.ടി. ബൽറാമിന്റെ നടപടിയിൽ പ്രതികരണവുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിസന്ധി നിൽക്കുന്ന ബി.ജെ.പിക്ക് കെ.പി.സി.സി ഡിജിറ്റൽ മീഡിയ വിഭാഗം ആയുധമെറിഞ്ഞുകൊടുത്തുവെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കെ.പി.സി.സി ഡിജിറ്റൽ മീഡിയ വിഭാഗം മേധാവിയായി വി.ടി. ബൽറാമിനെ മാറ്റിയതുകൊണ്ടതിൽ പ്രശ്നങ്ങൾ തീരുമോ എന്നും മന്ത്രി കുറിപ്പിലൂടെ ചോദിച്ചു. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നു. സാരംഗ്, ഇതുതന്നെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നത്, മീൻസ് AICCയുടെ ഭാഗത്തുനിന്ന്. ഇതിപ്പോൾ മന്ത്രി എം പി രാജേഷും ചോദിക്കുന്നു. കാരണം ഇന്ത്യ മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയൊരു വിഷയം കൂടിയാണിത്. അജിംഷാദ്, അല്പം സമയം മുമ്പാണ് മന്ത്രി എം.പി. രാജേഷ് തന്റെ പേജിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിമർശന കുറിപ്പ് എഴുതിയിടുന്നത്. അതായത് ഇത്തരത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ബീഹാറിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ബി.ജെ.പിക്ക് ഒരു ആയുധം എറിഞ്ഞുകൊടുക്കുന്ന നടപടിയാണ് വി.ടി. ബൽറാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ഇത്തരത്തിൽ എം.പി. രാജേഷ് കുറിച്ചിട്ടുള്ളത്. അത് വലിയ രീതിയിൽ ഇന്ത്യ സഖ്യത്തെ കൂടി പ്രതിസന്ധിയിലാക്കുന്നതാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കെതിരെ വലിയ പ്രചരണങ്ങളൊക്കെ നടത്തി വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത്, ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ബി.ജെ.പിക്ക് ഒരു പ്രചരണ ആയുധം എന്ന പോലെ കെ.പി.സി.സിയുടെ ഡിജിറ്റൽ വിഭാഗം ഇത്തരത്തിലൊരു മേധാവിയായിട്ടുള്ള വി.ടി. ബൽറാം ഇത്തരത്തിലൊരു കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത്. അത് വലിയ അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ വിമർശനം തന്നെയാണ് എം.പി. രാജേഷ് ഇത്തരത്തിൽ വി.ടി. ബൽറാമിനെതിരെ ഉന്നയിക്കുന്നത്. അതായത് AKGയെ അപമാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഡിജിറ്റൽ മീഡിയ വിഭാഗം മേധാവിയായി ഇത്തരത്തിൽ വി.ടി. ബൽറാം അരങ്ങേറ്റം കുറിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ എഴുത്തുകാരായിട്ടുള്ള KR മീരയെയും അതുപോലെ തന്നെ ബെന്യാമിനെയും ഒക്കെ രൂക്ഷമായി വിമർശിക്കുകയും മന്ത്രി എം.പി. രാജേഷിനെ പോലും അതിരൂക്ഷമായി വിമർശിക്കുകയും പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ വ്യക്തമായ ഇടപെടലുകൾ നടത്തുന്നവർക്കെതിരെ രൂക്ഷമായി കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഈ വി.ടി. ബൽറാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനമായ കാര്യം മന്ത്രി എം.പി. രാജേഷ് സൂചിപ്പിച്ചു വെക്കുന്നുണ്ട്. ഇതൊരു അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ പക്വതക്കുറവ് കൊണ്ടോ സംഭവിച്ചതല്ല. ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢലക്ഷ്യമുണ്ടെങ്കിൽ അത് തിരിച്ചറിയണം എന്നുകൂടി എം.പി. രാജേഷ് തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വലിയ പ്രചരണങ്ങൾ, മോശം പ്രചരണങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ടിരുന്ന വി.ടി. ബൽറാമിനെതിരെ ഈ നടപടി എന്തായാലും ഒരു മികച്ച അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യ ഹൈക്കമാൻഡ് പോലും ആ നടപടിയിൽ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് മന്ത്രി എം.പി. രാജേഷ് പോലും പറയുന്നത്. ഹൈക്കമാൻഡിന് പോലും ഇപ്പോൾ വി.ടി. ബൽറാമിന്റെ നടപടികൾ തിരിച്ചറിയാൻ സാധിച്ചു എന്നും ഇത്തരത്തിൽ മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം കുടിക്കേണ്ടതുണ്ട് എന്നുകൂടി മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. അജിംഷാദ്.